ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. ഈ ഒരു ഓണം ഞാനിപ്പം മല്ലികമ്മയുടെയാണ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. അതെ, കില്ലാടിക്ക് കില്ലാടി. ഷഷ്ടിപൂർത്തി കഴിഞ്ഞവരുടെ ഓട്ടം തുള്ളൽ, 70 വയസ്സാവാൻ പോകുന്നവരുടെ ഭരതനാട്യം, എല്ലാം ഓൾ കേരള പൃഥ്വിരാജ് ഡാൻസ് ആൻഡ് കൾച്ചറൽ. രാജുവേട്ടനും ഇന്ദ്രേട്ടനും എവരിൽ രണ്ടും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരു ആത്മാവാണോ അദ്ദേഹത്തെ എന്താ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒത്തിരി പേര് നാട്ടുപുറത്തും. ഇവിടെ ഇല്ല, ഇവിടെ പകുതി അഭിനയമാണ്, ചിരി കുറെ കൂടെ കുത്ത്. എല്ലാവർക്കും അതിനകത്ത് ഒരു പരിധി വരെ മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. അവര് പറയുന്ന എല്ലാം സത്യമാണ്. എന്തെല്ലാം ആരെല്ലാം പറഞ്ഞാലും പറയുന്ന ഒന്നല്ലേ നാളെ മനസ്സിലാക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കത്തില്ല. നമസ്കാരം, കോഫി വിത്ത് ഡാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഓണം ഞാനിപ്പം മല്ലികമ്മയുടെയാണ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അമ്മയെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ ഫ്ലാറ്റിൽ നല്ല വ്യൂ ആട്ടോ. ഇവിടെ തൊട്ട് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നല്ല കായലാട്ടോ. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്തായാലും അമ്മ വെയിറ്റിംഗ് ആണ്, നമ്മൾ അങ്ങോട്ട് പോവാം. അമ്മയ്ക്ക് വേണ്ടി ചെറിയൊരു ഓണക്കോടിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പോയാലോ? അമ്മ പഠിക്കുന്നത് മല്ലിക. അപ്പൊ 10ാമത്തെ ഫ്ലോറിലാണ് അമ്മ ഉള്ളത്. വേറൊരാളും കൂടെ ഉണ്ട് 13A ആരാ? കാളിദാസ് ജയറാം. അപ്പൊ എന്തായാലും എനിക്ക് അമ്മയുടെ അടുത്ത് പോകാനുള്ള എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെ വരുന്നതിന് ശേഷം പോയി കാണാന്ന് വിചാരിച്ചു. വേണ്ട, അത് ഭയങ്കര ബോറല്ലേ. അതുകൊണ്ട് നേരത്തെ തന്നെ പോയി കാണാം. അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. എനിക്ക് ഡ്രസ് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഓണക്കോടിയ ശരി, വേഗം വന്നെങ്കിൽ കുറച്ച് ചിലക്കാമായിരുന്നു പറഞ്ഞാൽ ഞാൻ ഇതാ ഈ വന്നിരിക്കുന്ന ആളോ? അല്ലെങ്കിൽ നീ സുന്ദരി കുട്ടിയല്ലേ. പിന്നെ എന്റെ ചെറിയൊരു ഓണക്കോടി. ഈശ്വര ഭഗവാനെ ഇരിക്കട്ടോ. പിന്നെ അമ്മ ഓണമൊക്കെ ആയി. എന്താണ് ഓണവിശേഷം? അയ്യോ, ഓണവിശേഷമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ഗുരുവായൂരപ്പൻ്റെ ആരെങ്കിലും. അതെ, ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. അടിപൊളി. ബോട്ടിലൊക്കെ പോവാറുണ്ടോ? ആരിവിടെ? എന്റെ പൊന്നെ, നീന്താൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് ബോട്ട് കാണുമ്പോഴേ പേടിയാ എനിക്ക്. പോയിട്ടില്ല. അതിലൊക്കെ കേറി നിൽക്കും. പക്ഷെ അവന്മാരൊക്കെ പോകുന്ന സ്പീഡ് കാണുമ്പോ എന്നെ ഇറക്കി വെച്ചു പോടാ എന്ന് പറഞ്ഞ ഞാനിപ്പോ കൊച്ചി വന്ന ഒരു 3-4 ദിവസം മൊത്തത്തില് എനിക്കൊരു CTVയുടെ ഒരു ആദരവും ഒരു മെമന്റോ തരലും ഒക്കെ ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ചു. അത് ഏറ്റവും വലിയ സന്തോഷം മമ്മൂട്ടിയുടെ വാങ്ങിച്ചു എന്നുള്ളതാണ്. മമ്മൂട്ടി എന്നെ ചേച്ചി എന്ന് വിളിച്ച മമ്മൂട്ടി മല്ലികന്ന് വിളിച്ചാൽ ഞാൻ പറ്റത്തില്ല, ചേച്ചി തന്നെ വിളിക്കണം. കാരണം ഞാൻ കാണുന്നത് കാലം തൊട്ട് സുഖേട്ടനും ചേച്ചിയാ. ഞാൻ പറഞ്ഞു അത് മാറ്റല്ലേ, 2-3 വയസ്സിന്റെ വ്യത്യാസമൊക്കെ കണ്ട. ഏതായാലും നമ്മൾ നോക്കി ഏതാണ്ട് അതിന്റെ അടുത്തൊക്കെ നിൽക്കുന്നവരാ. അപ്പൊ അതുകൊണ്ട് ഓണത്തിന് നമ്മുടെ പുതിയ ഏതെങ്കിലും സിനിമ വരുന്നുണ്ട്. ഇത് അത് അങ്ങനെ ഭയങ്കര വേഷമല്ല, എന്നാലും ഈ പറഞ്ഞ എന്റെ വിട്ട് റഹ്മാനെ വളർത്തിയ ഒരു ടീച്ചറായിട്ട് ഒമർ ലുലുവിന്റെ ഒരു പടമുണ്ട്. ഈ എന്താ പറയാ, ബാഡ് ബോയ്സ്. എനിക്ക് തന്നെ കിട്ടിയ വേറെ ആരുടെ ഞാൻ വെക്കത്തില്ല. എനിക്ക് കിട്ടിയതേ വെക്കൂ. അടിപൊളി. ഒരുപാട് ഫോട്ടോസ് ഉണ്ടല്ലേ, പഴയ ഫോട്ടോസ്. അത് തന്നെ, അത് ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. ഞങ്ങൾ എല്ലാരും കൂടെ നിൽക്കുക. അതെ, ഞാനിവിടെ കൊണ്ടുവച്ചപ്പോ നമ്മുടെ അലങ്കൃത വന്നു, പൃഥ്വിയുടെ മോള്. അപ്പൊ രാജു കാണിച്ചു കൊടുത്തു, കണ്ടോ മോള് നിൽക്കുന്നത് ഡാഡയാണ്, താഴെ നിൽക്കുന്നത്. ഈ താഴെ നിൽക്കുന്ന കുഞ്ഞിനെ കണ്ട നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അമ്മ പഴയ ഓണം ഉണ്ടല്ലോ, ആ ഓണം ഇപ്പോഴത്തെ ഓണം തമ്മിൽ നമുക്ക് ആ ഒരു അന്തരീക്ഷം തന്നെ ഒരു ഓണമയല്ലേ. അതൊക്കെ പോയി വരുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഓണം എത്തി. ഹരിപ്പാടാണ് എന്റെ സ്വദേശം. ഹരിപ്പാട് മണ്ണാർശാല ക്ഷേത്രമൊക്കെ അടുത്ത. അപ്പൊ അവിടെ ഞങ്ങളുടെ വീട്ടിലെന്നല്ല, ഒരുവിധപ്പെട്ട ഓണം ഘോഷിക്കുന്ന എല്ലാ വീട്ടിലും നാട്ടുമ്പുറമല്ലേ.
ഈ ദേഹണ്ണപ്പുര എന്ന് പറഞ്ഞ് പാചകത്തിന് അടുക്കള കൂടാതൊരു സ്ഥലമുണ്ട്. ഓക്കെ. അവിടെയാണ് ഈ ഓണം വരുമ്പോ വലിയ വാർപ്പ് പോലത്തെ ഉരുളിക്കകത്ത് ഒന്നിച്ച് ഉപ്പേരി വറക്കുക, എള്ളുണ്ട, അയ്യോ എന്തൊക്കെ പലഹാരങ്ങളാ, ശർക്കര വരട്ടി. ഓണത്തിന് കുറെ പലഹാരം ഉണ്ടാക്കും, മുറുക്ക്. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കിയൊക്കെ വെക്കും. അതെന്താ വെച്ചാൽ ഓണക്കാലത്ത് ഒരു പൂരാടം തൊട്ട് വീട്ടിൽ ആര് വന്നാലും ഇതെല്ലാം എടുത്തു വെച്ച് കാപ്പി കുടിച്ച് വിടത്തുള്ളൂ. അതൊക്കെ അന്നത്തെ രീതിയാ. ഇപ്പൊ നമ്മള് നേരെ ബേക്കറിയിലോട്ട് ഇത് 2 കിലോ വാങ്ങിക്കും. സദ്യ പോലും സദ്യ വരെ ഹോട്ടലിൽ പാക്ക് ചെയ്ത് എടുക്കുന്നത്. കിട്ടും. അത് പഴയ ആൾക്കാർക്ക് ഒരു ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ പഴുത്ത മാങ്ങയോ അല്ലെങ്കിൽ ഏത്തപ്പഴമോ പൈനാപ്പിളോ ഒക്കെ ഇട്ടൊരു പച്ചടി, അവിയല്, തോരൻ, ഓലൻ, കിച്ചടി, അച്ചാറ് വന്ന് ഒഴിക്കാനോ ആദ്യം പരിപ്പ്, പിന്നെ സാമ്പാർ, പിന്നെ രസം, പിന്നെ കാളൻ. അയ്യോ എന്റെ ദൈവമേ! പിന്നെ അത്തപ്പൂടും പോലും പൂവല്ല ഇടുന്നത്, ആ അതിന് പകരം വേറെ കളർ. അതൊക്കെ ഇപ്പൊ കളറൊക്കെ ഇട്ട് അത് പോയി. അതൊക്കെ അവിടെ ഞങ്ങളുടെയൊക്കെ അവിടെ ഹരിപ്പാട്ടം കുറെ അധികം പുരയിടം ഉണ്ടല്ലോ. എല്ലാം ഒരുവിധപ്പെട്ടതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പറിക്കാൻ പറ്റും. അമ്മ അങ്ങനെ അങ്ങോട്ട് പോവാറുണ്ടോ ഹരിപ്പാട്? അവിടെ ആയിരുന്നു എല്ലാ വെക്കേഷനും. ഇപ്പോഴല്ലേ, ഇപ്പൊ എന്റെ അമ്മ മരിച്ചു കഴിയുമ്പോൾ അത് കൊടുത്തു. പക്ഷെ അതിലാട്ടോ ഹരിപ്പാട്ടുകാർക്ക് വലിയ സ്നേഹമാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാന് മണ്ണാർശാലത്ത് തൊഴുതുകൊണ്ടിരിക്കുമ്പോ, അയ്യോ മല്ലിക്കുഞ്ഞെ, മല്ലിക്കുഞ്ഞോ, ആ ഈ വിളി കേട്ട് ഒരു മിനിറ്റ്, അയ്യോ ഭഗവാനെ അതാരാ, തിരിഞ്ഞു നോക്കിയപ്പോ ഭാരതിയമ്മ എന്ന് പറഞ്ഞ എൻ്റെ അമ്മയുടെ അടുത്ത സോൾഗടിയ, അവരുടെ മകളായിരുന്നു ഉമയമ്മ. അപ്പോ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സത്യം ഞാൻ ഭഗവാനെ എത്രയോ കൊല്ലം കഴിഞ്ഞ്, എനിക്കന്നൊരു 10-65 വയസ്സുണ്ട്. അപ്പോഴാണ് ഈ 20 വയസ്സ് വരെ വിളിച്ചോണ്ടിരുന്ന പേരിലൊരു കുന്നും ചേർത്ത് വിളിച്ചത്. ഞാൻ എൻ്റെ പൊന്നു. അപ്പൊ ഒരു നിഷ്കളങ്കമായ ചില സ്നേഹങ്ങളൊക്കെ ഉണ്ടല്ലോ, മനസ്സിൽ സൂക്ഷിക്കുന്ന ഒത്തിരി പേര് നാട്ടുപുറത്തുണ്ട്. ഇവിടെ ഇല്ല. ഇവിടെ പകുതി അഭിനയമാണ്, ചിരി കുറെ കൂടെ കുത്ത്, അറിയാമല്ലോ. അപ്പൊ അത് പക്ഷെ നമ്മളത് കാര്യമാക്കാതിരുന്നാൽ മതി. അത് ചിലര് ജന്മന അങ്ങനെയാണ്. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ അന്നത്തെ ഓണം എന്ന് പറഞ്ഞാല് ഈ 4 ദിവസത്തെ സദ്യയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. അപ്പൊ എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഓണം വരുമ്പോ തന്നെ ചിങ്ങം 1 ആവുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു ഓണത്തിന്റെ ഒരു ആംബിയൻസ്. അതായത് അതെ, ശരിയാ. പാട്ട്, മൊത്തത്തില് നാട്ടുമ്പുറം അങ്ങ് ഒരുങ്ങുക ഓണത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ പറഞ്ഞതിന്റെ ഓണം വരുന്നതാണ്. ഇപ്പൊ ഓണം വരുമ്പോ കിറ്റ് വരാനിരിക്കുകയല്ലേ എല്ലാരും. ആര് കാശ് കൊടുത്ത് കിറ്റിനകത്ത് എന്തൊക്കെയുണ്ടോ പായസം വരെ തരുന്നുണ്ട്. അപ്പൊ അത് അങ്ങോട്ട് ഇടുക, ഉണ്ടാക്കുക. പായസം എന്തുവാ? പാൽപ്പായസവും ബോളി നല്ലതാ. ട്രിവാൻഡ്രം സ്പെഷ്യൽ. ട്രിവാൻഡ്രം ശരിക്കും അമ്മയുടെ നാടാണോ സുകുമാരൻ സാറിന്റെ നാടാണോ? സുകുമാരൻ സാർ 1-ാം തരം വടക്കൻ. അയ്യോ എടപ്പാള്, പൊന്നാനി. ലവ് മാരേജ് ആയിരുന്നു. സംശയം എന്തോന്ന് ഉള്ള എന്റെ ഈശ്വരോ, അങ്ങനെ ഒരാളെ കിട്ടിയോണ്ട് ഇന്നതാ ഈ അമ്മ ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ എന്തോ ഈശ്വരൻ അയച്ച ഒരാളാണ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി. പിന്നെ ഒരു വലിയ അടി പോലെ എനിക്ക് തലയ്ക്ക് അടി കിട്ടിയത് അദ്ദേഹം പോയപ്പോഴാ. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പോലും നമ്മള് ഒതുങ്ങി കൂടി ഒരിടത്തിരിക്കും, അങ്ങനെയൊക്കെയാ. പക്ഷെ അമ്മ അങ്ങനെയല്ല. അമ്മയുടെ ഉള്ളിൽ അത് വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അമ്മ ഭയങ്കര ജോളിയായിട്ട്. അല്ല, അതെന്താ അറിയുമ്പോഴേ ഇടയ്ക്ക് അത് തന്നെ സുഹോട്ടൻ മരിച്ചൊരു 5-6 മാസം ഞാൻ ഒന്നിങ്ങനെ ഡള്ളായിരിക്കും, എന്താണ് ജീവിതം എന്നൊക്കെ. പിന്നെ നോക്കുമ്പോ കാണാം അത് കുറേശ്ശെ മക്കളെയും ബാധിച്ചു തുടങ്ങി. 2 പേരും നന്നായിട്ട് പഠിക്കുന്നവരായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈശ്വര, ഞാൻ അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിവല്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞതാ, മിടുക്കരായിട്ട് വളർത്തണം, പഠിക്കണം, എവിടെങ്കിലും കൊണ്ട് ബൊബ്ബ അടിച്ച് നിൽക്കരുത്, 4 കാല് നിൽക്കണം. അതൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അതുപോലെ അവർക്ക് ലൈബ്രറി ഉണ്ടാക്കി കൊടുക്കുകയും പുസ്തകങ്ങൾ വായിക്കാൻ പറയുകയും അതിനെക്കുറിച്ചുള്ള റിവ്യൂ എഴുതുക, ഇങ്ങനെ പലതും അദ്ദേഹം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതലും കുട്ടികൾ നമ്മുടെ കൂടായി. അപ്പൊ ആ ഒരു ഉത്സാഹം അവർക്ക് അമ്മ ഇച്ചിരി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് KK രാജീവ് പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലായിട്ട്. അപ്പൊ മക്കളും പറഞ്ഞു, അമ്മയ്ക്ക് അറിയാവുന്ന ഒരു ജോലിയാണ്. അമ്മ ചെന്നാട്ടി. അമ്മ വിമൻസ് കോളേജിലാണ് പഠിച്ചത്. അയ്യോ, അവിടുത്തെ കില്ലാടി. അതെ, കില്ലാടിക്ക് കില്ലാടി. അപ്പൊ ഞങ്ങളെ ഇഷ്ടമായി എല്ലാരും. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ആർട്ടിസ്റ്റ് ആണല്ലോ. അല്ല സിനിമയിലൊന്നും ആയിട്ടില്ല. കോളേജിലെ ഇന്റർ കോളേജിന്റെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും, പ്രസംഗിക്കും. സ്പോർട്സിലൊക്കെ മിടുക്കരും ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട്സില്. അപ്പൊ എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന ഒരു 10-15 പേരായതുകൊണ്ട് കോളേജിൽ വന്നപ്പോഴും ടീച്ചേഴ്സിനും പ്രിൻസിപ്പലിനും ഒക്കെ വലിയ കാര്യമാണ്. അമ്മ ഇടയ്ക്ക് കോളേജിൽ പോയി നോക്കാം. ഞാനും പൃഥ്വിരാജും കൂടെ പോയി അവിടെ. അയ്യോ, അപ്പൊ അമ്മ അവിടെ പഠിച്ച സമയത്തുള്ളത് ഇപ്പോഴും എന്തെങ്കിലും ചേഞ്ച് എന്ന് പറയാൻ, പണ്ട് നിലത്ത് ഇരിക്കുമായിരുന്നു, മര്യാദയ്ക്ക് ഇരിക്കണം, ഇല്ലെങ്കിൽ ടീച്ചർമാര് ചീത്ത വിളിക്കും. ഇപ്പൊ മരത്തിന്റെ മണ്ടൊക്കെ ഇരിക്കുന്ന. അന്ന് ഇങ്ങനെ വല്ലതും ഉണ്ടോ എന്റെ മോളെ? എന്തൊരു സ്നേഹവും അടുപ്പവും ഒക്കെ. എല്ലാവരുടെയും പാത്രം എല്ലാവർക്കും കൊണ്ടുവരിക 12 മണിയാകുമ്പോ വീട്ടിൽ നിന്ന്.
ആരുടെ പാത്രമാണെന്ന് പോലും അറിയാൻ വയ്യ, നിരത്തി അങ്ങ് വെക്കും ഒരു പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത്. എന്നിട്ട് എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ആ ഓരോരുത്തരും ഇഷ്ടമുള്ളത് എടുത്ത് എല്ലാരും ഒരുമിച്ചൊക്കെ ഇരുന്ന്. അത്രയുമുള്ള ഒരു എന്താണ് എനിക്കറിയത്തില്ല. ഇപ്പൊ ഈ കുറച്ച് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പോയി. അതാണ് ശരിക്കും ഇപ്പൊ ഒരളവിൽ കൂടുതൽ ഈ പിള്ളേർക്ക് ഈ രാഷ്ട്രീയവും വേണ്ടാതീനമൊന്നും സമ്മതിക്കരുത്. ഇപ്പൊ അവരുടെ പാർട്ടി വളർത്താനാണെങ്കിൽ പോലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് വെക്കണം. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്യാം. അയ്യോ, ഞങ്ങളുടെ വലിയൊരു ഗ്രൂപ്പുണ്ട്, ആണ് ഇപ്പോഴും കൂൾ ലീഡേഴ്സ് എന്നാണ് പേര്. അപ്പൊ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആണ്ടിലൊരിക്കലും ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. ഷഷ്ടിപൂർത്തി കഴിഞ്ഞവരുടെ ഓട്ടംതുള്ളൽ, 70 വയസ്സാവാൻ പോകുന്നവരുടെ ഭരതനാട്യം എല്ലാം ഉണ്ട്. ഞങ്ങൾ അടിച്ചു പൊളിക്കുവന്ന് രാവിലെ തൊട്ട് വൈകിട്ട് 4 മണി വരെ. ഇപ്പോഴുള്ള പിള്ളേരൊക്കെ കണ്ടു പഠിക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും ആരും തിരിഞ്ഞു നോക്കത്തില്ല. പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമ്പോ അവരെല്ലാരും അങ്ങ് പോകും. എല്ലാം ഒരു പെരിഫറല്ല, ഒരു ആഴത്തിൽ പതിയുന്ന തരത്തിലുള്ള അടുപ്പങ്ങളും ബന്ധങ്ങളും സ്നേഹവും ഒന്നും ഇപ്പൊ ഇല്ല. അതാണ് കുഴപ്പം. ഇപ്പോഴത്തെ എല്ലാരും അഭിനയിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റേ അങ്ങനെയല്ല, അഭിനയം കുറവാ, ആത്മാർത്ഥത കൂടുതലായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചാ. എല്ലാവർക്കും അതിനകത്ത് ഒരു പരിധിവരെ മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്, അവര് പറയുന്ന എല്ലാം സത്യമാണ്. ചുമ്മാ അങ്ങ് അടിച്ചു വിട്ടോളൂ. ഓരോ ദിവസം ഓരോ ന്യൂസാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഭഗവാന്. എന്നാലും ഞാൻ പറയുന്നത് ഒരു പരിധിവരെ ജുഡീഷ്യറി വിചാരിച്ചാൽ നമ്മുടെ നാട് നന്നാക്കാൻ പറ്റും. ഭരണകർത്താക്കൾ വിചാരിക്കണം. ഈ വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും, അത് ഏത് പാർട്ടിയാലും വിചാരിക്കേണ്ടത് നമ്മുടെ പാർട്ടിയിലുള്ളവർ മാത്രമല്ല നമുക്ക് വോട്ട് ചെയ്തത്. പിന്നെ അമ്മയാണ് മണിയമ്പിള്ള രാജു സാറിനെ സിനിമയിലോട്ട് കൊണ്ടുവന്നേന്ന് അല്ലേ? അതെ അതെ, മണിയമ്പിള്ള രാജു ഞങ്ങളെല്ലാം കൂടെ മോഡൽ സ്കൂളില് നഴ്സറി മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ചതാണോ? പിന്നെ മണിയമ്പിള്ള രാജു നമ്മുടെ മോഹൻലാലിന്റെ ജ്യേഷ്ഠൻ പ്യാരിലാല്, മോഹൻലാലും ഉണ്ടായിരുന്നു. പക്ഷെ മോഹൻലാൽ 2 വർഷം കണ്ട് ജൂനിയറാ. എനിക്കൊന്ന് മോഹൻലാല് ജഗദീഷ് ഒക്കെ ആയിരുന്നു തോന്നുന്നു ഒരു ബാച്ചിൽ മോഡൽ സ്കൂളിൽ. ഞാന് മണിയമ്പിള്ളയൊക്കെ സീനിയർ. ഞാനാണ് ക്ലാസ് മോണിറ്റർ. അന്ന് പേര് എഴുതും, സംസാരിക്കുന്നവരുടെ പേര്. അതാണല്ലോ ഏറ്റവും വലിയ. ഇവിടെ ഒരു ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ ഞാൻ വരുന്ന സംസാരിക്കുന്ന പേര്, എല്ലാ ദിവസത്തെ പേരിൽ 2 പേരുടെ പേര് ഞാൻ അത് ഈയിടെ പറഞ്ഞതാണ്. അപ്പൊ സാർ ഇതെന്തോന്നാണ് ഇത്, എപ്പോ നോക്കിയാലും സൂര്യകുമാർ ഒരു സുഹൃത്ത്, നിങ്ങൾക്ക് ഈ സംസാരം വേറെ പണിയൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കും. അവിടെ മണിയമ്പിള്ള അടിച്ചു കൊടുത്തു, സാറേ അപ്പൊ മോഹമല്ലിക എന്നാണ് എന്റെ ശരിക്കുള്ള പേര്. മോഹമല്ലികയ്ക്ക് പിന്നെ മൂട്ടിൽ റബ്ബർ വെച്ച പെൻസിലെല്ലാം കൊണ്ട് കൊടുക്കും ഓരോരുത്തര് കൈക്കൂലി. അപ്പൊ അവരുടെ ഒന്ന് പേര് ഏത്, ഞാൻ ആ പെൻസിലേ കണ്ടിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു അപ്പോഴേ ഈ കഥ ഉണ്ടാക്കലാണല്ലേ ജോലി, ഇതിപ്പോ ചോദിക്കാൻ. ഞാൻ അപ്പൊ അങ്ങനെ ഒരു നല്ല ഗ്യാങ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊച്ചിയില്. അതെ ശരിക്കും. അതെന്താ വെച്ചാൽ മോളെ അത് കുറെയൊക്കെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്താ പറയുക, നമ്മുടെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് ദുഃഖങ്ങൾ ഒരുപാടുണ്ടാവും. ഈശ്വര വിശ്വാസിയാണ് ഞാൻ, തീർച്ചയായിട്ടും. അത് അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ട്. അപ്പൊ അത് ഏത് രൂപത്തിലെന്നുള്ളതല്ല. ഞാൻ കണ്ടിട്ടില്ല കൃഷ്ണൻ ഓടക്കുഴലുണ്ടായിരുന്നു, ഗണപതിക്ക് ഓടവേറെ. ഇതൊക്കെ നമ്മൾ ജനിക്കുമ്പോ തൊട്ടേ 2 കാര്യങ്ങൾ, മതവും രാഷ്ട്രീയവും എനിക്കിപ്പോഴേ അറിയാതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അതിന്റെ പേരിലുള്ള ഒരു അടിപിടി അതൊക്കെ ഇപ്പോ നിങ്ങളുടെയൊക്കെ കാലത്ത് കഷ്ടകാലം പിടിച്ച കുഞ്ഞുങ്ങളാ നിങ്ങളൊക്കെ. സത്യം ഞങ്ങളുടെ ഒന്നും കാലത്തൊന്നും ഒന്നുമില്ല മോളെ. എന്ത് സന്തോഷമായിട്ട്. അയ്യോ സത്യം. അത് തന്നെ അമ്മയോട് വെച്ചാൽ അറിയാം. കറക്റ്റാ. ഞങ്ങളാരും കേട്ടിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ബഹളങ്ങള്. ഇപ്പൊ കോളേജില് ആ മക്കളെ വിട്ടു കഴിഞ്ഞാൽ വൈകിട്ട് കയ്യും കാലും ഒക്കെ ഓടിയാ തിരിച്ചു വന്നോ എന്റെ മോനെന്ന് അന്വേഷിക്കേണ്ട ഒരു അവസ്ഥ. അതെന്താണ് അങ്ങനെ വരാൻ? ആ കുട്ടികൾ അതിനെ കുറിച്ച് ഒരു വിശകലനം നടത്തുന്നില്ല, രക്ഷകർത്താക്കൾ നടത്തുന്നില്ല. പാർട്ടി 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 വേണം, എനിക്കുണ്ട് പാർട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മുടെ ജീവൻ പണയം വെച്ച് പാർട്ടിക്ക് വേണ്ടി നടക്കാൻ പറ്റൂ? അവരെല്ലാരും അവരുടെ വഴിക്ക് അങ്ങ് പോകും, പൊടിയും തട്ടി. അവസാനം കയ്യും കാലോടെ ഞാൻ പോകും. വീട്ടിൽ കിടക്കുമ്പോ അച്ഛനും അമ്മയും കൂടെ നോക്കണ്ടേ? അതൊക്കെ എന്താണോ എന്തോ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത, എനിക്കറിയത്തില്ല. ഇപ്പം ഈ ഒരു എന്താ പറയണ്ടേ, ഇപ്പം സീരിയലാണെങ്കിലും സിനിമ നോക്കുകയാണെങ്കിലും അമ്മമാരാരും കോമഡി ചെയ്യത്തില്ല ഇതുപോലെ. മുഖത്താണ് റിയാക്ഷൻ അമ്മയ്ക്ക് വരുന്നത്. അതിൽ നമുക്ക് ഒരുപാട് പഠിക്കാനും ഉണ്ട്. ഒരു സിനിമ സെറ്റ് ആണെങ്കിലും സീരിയൽ സെറ്റ് ആണെങ്കിലും അയ്യോ പെയ്തൊഴിയാതിലൊക്കെ എന്ത് രസമായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ വർത്താനം പറയുകയും പൂർണിമയുടെ തമാശ ഒരു ഭാഗത്ത്, അപ്പൊ അതിനിടയ്ക്ക് ചിലപ്പോ ഇന്ദ്രൻ വൈകിട്ട് വരും. അപ്പൊ ഇന്ദ്രന്റെ പാട്ട്, പാട്ട് അത് തന്നെ ഇന്ദ്രനോട് കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നല്ലാതെ ആദ്യമൊക്കെ വരും. ഹലോ ചേട്ടാ, രാജീവിനെ കൈയൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ കാണാം അതിനകത്ത് ഇരുന്ന് പാട്ടൊക്കെ പാടുന്നു. എന്നൊക്കെ പറയും. പാടുന്നത് ശരി. 1 പാട്ടായി, 2 പാട്ടായി, 3 പാട്ടായി, 4 പാട്ടായി. 5ാം പാട്ട് പാടിയപ്പം പൂർണിമ, ഞാൻ ഇന്ന് അവിടെയാണ് കഴിക്കുന്നത് രാത്രി. ഞാൻ പിന്നെന്താ വന്നാട്ട്. അപ്പൊ
അപ്പൊ എനിക്ക് 5ാമത്തെ പാട്ടിൽ ഈ കഴിപ്പും കൂടെ തുടങ്ങിയപ്പോൾ തുടർന്ന് സംശയം തിരിച്ചു പോകുമ്പോൾ ഒരു താമസിക്കുന്ന ഹോട്ടലിലാണെങ്കിൽ അവിടെ വന്നിരിക്കും. ഏതാണ്ടൊരു 5-8 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചു, മോനെ എന്തുവാടാ ഇങ്ങനെ നിങ്ങളെല്ലാം കൂടെ അവിടെ പോകുന്നത് ഇവിടെ പോകുന്നത്, എന്താ വല്ല പ്രശ്നം വല്ലതും ഉണ്ട്? അത് നല്ല കുട്ടിയമ്മേ, നല്ല കുട്ടിയാ, അങ്ങനെ ചെയ്ത കുട്ടിയാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കത് സന്തോഷം തോന്നുന്നു. ഇപ്പൊ 2 മരുമക്കളുടെ കാര്യത്തിൽ പൂർണിമ വളരെ ഒരു ഹാർഡ് വർക്കിംഗ്. എനിക്കറിയാം അമ്മ കുഞ്ഞിലെ കാണിക്കുന്ന കുറച്ച് കുസൃതികൾ എന്തൊക്കെയാ വീട്ടില്. കുസൃതിയെക്കാട്ടിൽ ഈ പറഞ്ഞതിനോട്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് പേടിപ്പിച്ചാ കരയുന്ന ആളല്ല. അന്നുമല്ല ഇന്നുമല്ല. എന്തെല്ലാം ആരെല്ലാം പറഞ്ഞാലും പറയുന്ന ഒന്നല്ലേ നാളെ മനസ്സിലാക്കാം, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കത്തില്ല. കാരണം ആരുടെയെങ്കിലും കമന്റ് കേട്ടോണ്ട് നമ്മള് അപ്സെറ്റ് ആവാൻ പോയാൽ പിന്നെ നമ്മുടെ ജീവിതം. അതെ, സത്യം. അമ്മ കുറെ കാര്യങ്ങൾ പഠിക്കാൻ. നിങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, ഇനി പഠിച്ചോളും, തന്നെ പഠിക്കും. പറയുന്നവര് പറഞ്ഞ ഉണ്ടല്ലേ അമ്മയ്ക്ക് നന്നായിട്ട്. തീർച്ചയായിട്ടും ക്ഷമയില്ലെങ്കിൽ ഇന്ന് പലരെയും ഞാനിപ്പോ പരസ്യമായിട്ട് ചീത്ത വിളിച്ചേനെ. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ ആൾക്കാരൊക്കെ കാണത്തില്ല. അത് ഫോട്ടോ എടുപ്പുണ്ട്. അപ്പൊ ഞാൻ തമാശ ചോദിക്കും, ഞങ്ങളുടെയൊക്കെ ഫോട്ടോ എന്തിനാ സാറേ, മക്കളൊക്കെ വരും അപ്പൊ എടുത്താട്ട്. അയ്യോ എന്റെ ഭാര്യയ്ക്ക് ചേച്ചിയോടെ നിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഒത്തിരി പേര് ചേച്ചി ഒരുപാട്. സുകുമാർ സാറിന്റെ സൗണ്ട് കയറി വരത്തില്ലേ ചില സമയത്തൊക്കെ? അതങ്ങനെ പറയുമ്പോ വരും. ആണല്ലേ? മല്ലികേ അങ്ങനെ ഒരു വിളിയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആത്മാവാണോ അദ്ദേഹത്തെ എന്താ അറിയില്ല, എപ്പോഴും ഫീൽ ചെയ്യുക. ആണല്ലേ? അമ്മ ഇവിടെ ഇപ്പം തനിച്ചല്ലേ ഇവിടെ ഉള്ളത്? പിന്നെ തനിച്ചെന്ന് പറഞ്ഞാല് ആ കാണുന്നതാണ് രാജുവിന്റെ ഫ്ലാറ്റ്. ഇന്ദ്രൻ ഇവിടെ തൊട്ടപ്പുറത്ത് മരടില് 5 മിനിറ്റ് ഉണ്ട് രണ്ടുപേരും. അപ്പൊ ഓണം ഇപ്പൊ ഓണം വന്നുകൊണ്ട് രണ്ടുപേരും. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആയിരുന്നു ഓണം. പേശയൊക്കെ ഇട്ട് സദ്യ. അതെ, മുടങ്ങാതെ നിവൃത്തി ഉണ്ടെങ്കിൽ, അതായത് കേരളത്തിനകത്താണെങ്കിൽ മുടങ്ങാതെ വന്ന് ആഘോഷിക്കുന്നതാണ് എന്റെ പിറന്നാള്. മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ കൊച്ചുമക്കൊക്കെ കേക്ക് മുറിക്കലാണ്, സദ്യ ഒന്നും വേണ്ട. കുറെ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് തീരും. പിന്നെ ബാക്കി ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചത് കഴിച്ചോളൂ. ഇത് ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോയതാണ്. പുത്തൻകോട്ട മാളത്തമ്പുരാൻ ക്ഷേത്രം, സ്നേഹോപഹാരം. പിന്നെ ഇവിടുന്ന് ഇതെന്താ സംബന്ധിച്ചാൽ ഞാനിപ്പോ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് മാറിയപ്പോ കൊറേയൊക്കെ എടുത്തു വെച്ചു. ഒത്തിരി കൊല്ലത്ത് ഇരിക്കുകയല്ലേ. ഇതാണ് ഏഞ്ചൽസ് ഓഫ് പൃഥ്വി, അതായത് രാജുവിന്റെ ഫാൻസിൽ ഒരു വലിയ വിമൻസ് ഓർഗനൈസേഷൻ, ഒരു സംഘടന, ഓൾ കേരള പൃഥ്വിരാജ് ഫാൻസ് ആൻഡ് കൾച്ചർ. സിനിമ അരച്ച് കലക്കി കുടിച്ച ആളാണ് രാജുവേട്ടൻ. പക്ഷെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് രാജുവേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് വളരെ കൊച്ചിലേ അതെ എന്നെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉള്ളപ്പോ തന്നെ ചോദിക്കും, അച്ഛാ അതെങ്ങനാ, ഇതെങ്ങനാ, മറ്റേതെങ്ങനാ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുവായിരുന്നു. അപ്പൊ അന്നേ നമുക്കൊക്കെ തോന്നും. അന്ന് അമ്മയാണോ സുകുമാർ സാറാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സിനിമ രംഗത്തോട്ട്? അല്ല, രംഗത്തോട്ട് ഇപ്പൊ വരണം എന്ന് പറഞ്ഞുള്ള സപ്പോർട്ടല്ല, അതൊക്കെ അറിഞ്ഞിരിക്കണം പിള്ളേരെ എന്നുള്ളൊരു താല്പര്യം. ആ സമയത്ത് അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അല്ല, നമുക്ക് അഭിനയിക്കാൻ വരും എന്നുള്ളൊരു ഇതല്ല, പക്ഷെ ഇവരെന്തോ സിനിമയിലേക്ക് ഒരു താല്പര്യം. ഞങ്ങളൊക്കെ വിചാരിച്ചു വല്ല സിനിമ ഡയറക്ഷൻ അങ്ങനെ വല്ലതും പഠിക്കാൻ പോകും എന്നൊക്കെയായിരുന്നു ധാരണ. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന സമയത്താണ് നന്ദനം എന്ന് പറഞ്ഞ പടത്തില് അഭിനയിക്കും. അതെ. അപ്പൊ അത് കേറി അങ്ങ് വലിയ കൊളുത്തിയപ്പോ കാണാം, ദൈവം സഹായിച്ചു ഗുരുവായൂരപ്പൻ തന്നെ ഒന്നിന് പറയോ കൊടുത്തയച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പരിപാടി, ഇനിയിപ്പോ പോകുന്നില്ലേ, സിനിമ മതി അങ്ങ് തീരുമാനിക്കുവോ? അത് ഞാൻ അങ്ങനെ ക്ലിക്ക് ആവുകയാണെങ്കിൽ ഞാൻ സിനിമയെ തരാൻ നിൽക്കും. അത് ശരി പോലെ പറഞ്ഞു. അങ്ങനെ ഇന്ദ്രന്റെ അല്ല, രാജുവിന്റെ ആണ്. ആ കാണുന്നുണ്ട് പച്ച ചോയ്സ് മറീന. ഒറ്റ ഇതേ ഉള്ളൂ, ഓരോരുത്തരും പറഞ്ഞ് നമ്മളെയൊക്കെ പേടിപ്പിക്കും. മുല്ലപ്പെരിയാർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാം, എന്നെ പേടിപ്പിക്കരുത്, 10ാമത്തെ നിലയിലാണ്. മുല്ലപ്പെരിയാറിന് വല്ലതും സംഭവിച്ചാൽ ഏതെങ്കിലും ഒരാളുടെ പൊന്നു മോനെ ഹെലികോപ്റ്ററായിട്ട് ഞാനേ പെട്ടെന്ന് 5 ദിവസം ചോദിക്കാം, പെട്ടെന്ന് പറയണം. ക്വസ്റ്റ്യനാ ഞാനൊന്നും ജീവിക്കൊന്നുമല്ല. വീട്ടിൽ ഏറ്റവും കുറുമ്പുള്ളത് ആർക്കാ? അമ്മയും കൂട്ടാൻ ഏറ്റവും കുറുമ്പ് നക്ഷത്ര ആണല്ലേ? ഓക്കെ. ഈ നമ്മൾ എന്തെങ്കിലും ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോ ഈ ഒത്തുചേരലിന് മുൻകൈ എടുക്കുന്ന ആരാ?
അത് ഞാൻ തന്നെ. ആണോ? ഉം. ഏ? ഇവിടെ വരണം എന്ന് പറയും. വിളിച്ചു പറയും. അവ എല്ലാരും എത്തുകയും ചെയ്യും. ഹ്യൂമർ സെൻസ് ആർക്കാണ് ഈ കൂട്ടത്തിലുള്ളത്? ഹ്യൂമർ സെൻസ് രണ്ടുപേർക്കും ഉണ്ടെങ്കിലും കൂടുതൽ പറയുന്നത് ഞാനും ഇന്ദ്രനുമാണ്. ആണല്ലേ? ആ, അടുത്ത് യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? എനിക്കോ? ആ. ഗുരുവായൂർ. അവിടെ പോയി അത് അതിനകത്തൊരു ചെറിയ കഥയുണ്ട്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഉം. അയ്യോ, സർജറി വരെ വേണമെന്ന് പറഞ്ഞ സംഭവങ്ങളാണ്. ആണല്ലേ? അടുത്ത് ചോദിക്കട്ടെ. ഞാന് ഗുരുവായൂരപ്പനെ ആ. പ്രാർത്ഥിച്ച് എന്റെ കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിച്ച് 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 എല്ലാ ദിവസവും ഇപ്പൊ ഒരു 3-4-5 ഒരു 10-11 പ്രാവശ്യം ചൊല്ലും. അതും മുടങ്ങാതെ. എന്താണോ എന്തോ ഈശ്വര. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഞാൻ എന്റെ ചേട്ടനോട് മാത്രം പറഞ്ഞു, ഗുരുവായൂരപ്പൻ കേട്ടോന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു. ആണല്ലേ? രാജുവേട്ടനും ഇന്ദ്രേട്ടനും ഇവരിൽ രണ്ടും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ. ഇപ്പൊ രണ്ടും എടുക്കാം നമുക്ക്. ആ. രാജുവേട്ടൻ എന്താണ് 2 ഇഷ്ടപ്പെട്ട രാജു വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ആണ്? സുഖേട്ടന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും അവന് ഒളിവും തിരിവൊന്നുമില്ല. ഇന്ദ്രൻ അങ്ങനെയല്ല, അവൻ പറയുന്നത് കാര്യം അതാണെങ്കിലും കുറച്ചുകൂടെ അത് പ്രസന്റ് ചെയ്യുന്ന രീതിക്ക് ഒരു മാറ്റം വരും. അത്രേ ഉള്ളൂ ഒന്നും വ്യത്യാസം. കൂടെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സ്നേഹ സംസാരം കൂടുതൽ ഇന്ദ്രനും, കാര്യങ്ങൾക്ക് ഒരു 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 ഉറപ്പോടുകൂടി സംസാരിക്കുന്നത് രാജേട്ടനാണ്. ഓക്കെ ഓക്കെ. അടുത്തത് പൂർണിമ ചേച്ചി, സുപ്രിയ ചേച്ചി, സുരഭി, ഇവരിൽ 3 ആരാണ് ഇഷ്ടം? എങ്ങനെ? പൂർണിമ ചേച്ചി, സുപ്രിയ ചേച്ചി, സുരഭി ചേച്ചി, ഈ 3 പേരിൽ സുരഭി ചേച്ചിയാണ് എനിക്കറിയാം. എന്നും കാണുന്ന മോളെയാണ്. അതെ, വല്ലപ്പോഴും പാവം കുട്ടി ഞാനാണ്. എന്റെ അമ്മയെ അല്ല ഒരു റെഡി ആക്ഷൻ വിളിക്കും, സുരഭിയെ വിളിക്കും, അനുവിനെ വിളിക്കുമ്പോ ഡഡേ. അയ്യോ, ഞാൻ വിചാരിച്ചു എന്തോണോ എന്തോന്നോ എല്ലാരും കൂടെ ഓടിപ്പോകുന്നു, തലകറങ്ങി. എന്താന്നറിയാം, കാര്യമായിട്ട് ചുണ്ണാമ്പൊക്കെ തേച്ചിട്ട് ഇത്രയും പുക എടുത്ത് വെച്ച് ചുരുട്ടി അങ്ങ് തിന്നു. എല്ലാം നാട്ടിലൊരു പയ്യൻ കൊണ്ട്, അവൻ കൊച്ചു പയ്യനെ 18 വയസ്സാണല്ലോ. അവൻ കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇതാണ് പറ്റില്ല കഴിക്കുന്നത്. ആ ഓക്കെ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോ തന്നെ എനിക്ക് തല ചുറ്റല്, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പൊ ഞാൻ വിഴുങ്ങിയിട്ടൊന്നും ഇല്ല. ഷൂട്ടിങ് നിർത്തി വെച്ച് 1/2 മണിക്കൂർ. എന്തോ കാര്യം മുറുക്കിയോ? ആ വെറ്റിലക്കകത്ത് പുക. ഞാൻ എന്റെ പൊന്നെ, ഈ കുഞ്ഞിന് അറിയാനും ഈ പുകയില കഴിക്കരുത്. എനിക്കറിയില്ല. എന്തോ ചേച്ചി ആരോ ചുരുട്ടി വെച്ച് കൊടുത്ത് എടുത്തു വെച്ച് ചവച്ച് നീരും ഒക്കെ ഇറക്കി. ഇത്രയൊക്കെ ഉള്ളു അമ്മേ. എന്തായാലും അമ്മ ഭയങ്കര സന്തോഷം. അതിലേറെ സന്തോഷം. എങ്ങനെങ്കിൽ ഇതിന്റെ പേരിലെങ്കിലും ഇവിടെ ഒന്ന് വന്നല്ലോ സാറ്. എന്തായാലും അത് ഭയങ്കര സന്തോഷം. ഈ ഒരു ഓണം എനിക്ക് അമ്മയുടെ കൂടെ എന്താ പറയണ്ടേ, കുറച്ചു നേരം. അയ്യോടാ ദൈവമേ. ഞാൻ വരും ഓണസമ്മാനം ഒക്കെ ആയിട്ട് ഇത്തവണ സുരഭി സെറ്റില്. അതെ, നമ്മളെ സെറ്റില് ഒരുപാട് പേരെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് ആണെങ്കിലും ചെരുപ്പാണെങ്കിലും ഫോണാണെങ്കിലും എല്ലാം ആർക്ക് അമ്മ അറിഞ്ഞാണ് ചോദിക്കും. വെറുതെ നിൽക്കുന്ന ഒരു പയ്യൻ നിൽക്കുന്ന, നിന്റെ പേരെന്തോടാ, നീ പുതിയതാണോ, എന്നൊക്കെ ഫോണില്ലേ, ആ എന്റെ ഒരു ഫോൺ ഞാൻ അങ്ങ് തരാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നത്. അതൊക്കെ ആരും ചെയ്യുന്ന കാര്യങ്ങളല്ല സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാല് പറയുന്ന സങ്കടമുണ്ട്. എനിക്ക് സുരഭി സ്വാസി എന്ന് പറയുന്ന ഇതിനകത്ത് അമ്മയുടെ കൂടെ ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണ് സത്യം. എന്റെ ഏറ്റവും വലിയ അതെ ഭയങ്കര സന്തോഷം. എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത് തന്നെ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം. എല്ലാ അർത്ഥത്തിലും ഈ ഓണം അങ്ങേയറ്റത്തെ ഐശ്വര്യവും ഭാഗ്യവും ആരോഗ്യവും ഒക്കെ മോക്ക് കൊണ്ടുതട്ടെ. മോക്ക് മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും, ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള ഒരു ഓണം കൂടെ ഞാൻ ആശംസിക്കുക. ഓക്കെ അമ്മ, താങ്ക് യു അമ്മ. കുറച്ച് സമയം അമ്മ, കുറച്ച് കൂടുതൽ സമയം അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു അമ്മ. ശരി.